നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 സന്ധ്യാദീപം. മഹാത്മാക്കളായ ആചാര്യന്മാരുടെ ദർശനം വളരെ പവിത്രമാകുന്നു. അവർ സഞ്ചരിക്കുന്ന തീർത്ഥരൂപങ്ങളാണ്. തീർത്ഥസ്ഥലമാകട്ടെ അങ്ങോട്ട് ചെല്ലുന്നവരുടെ മനഃപക്വതയും കാലസ്വഭാവവും അനുസരിച്ച് ഫലവും നൽകുന്നു. എന്നാൽ പുണ്യാത്മാക്കളായ സാധുക്കളുടെ സമാഗമം കൊണ്ട് താനും തൻ്റെ ഗൃഹവും തൽക്ഷണം പവിത്രമാകുന്നു എന്നാണ് വിശ്വാസം. അതുപോലെ പുത്രന്മാർക്ക് മാതാപിതാക്കന്മാരും ശിഷ്യർക്ക് ഗുരുവും തീർത്ഥങ്ങളാകുന്നു എന്ന് ധർമ്മസൂക്തങ്ങൾ പറയുന്നു. ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയും തീർത്ഥമായി തീരത്തക്ക വിധം പരസ്പര ധാരണയോടെ ധർമ്മത്തിലും സദാചാരത്തിലും അന്യോന്യം യോജിച്ച് പ്രവർത്തിക്കണം. ധർമ്മനിഷ്ഠമായ കുടുംബത്തിലെ യഥാർത്ഥ സന്തോഷവും ഐശ്വര്യവും നിലനിൽക്കൂ. പേരും പെരുമയും പണവും ഇല്ലെങ്കിലും അവരിൽ നിന്ന് സന്തോഷവും സമാധാനവും ലഭിക്കാൻ മറ്റുള്ളവർ കൊതിക്കും. അത്തരം ഭവനങ്ങളെ ഭരിക്കുന്നത് ഭഗവാനായിരിക്കുമെന്നാണ് വിശ്വാസം. തുടർന്ന് നമുക്ക് ശ്രീ കാവാലം ശ്രീകുമാർ പ്രശ്നോത്തര രത്നമാലിക ആലപിക്കുന്നത് കേൾക്കാം. കിം ജീവിതം അനവദ്യം കിം ജാഡ്യം പാഠതോപ്യനഭ്യാസഃ കോ ജാഗർത്തി വിവേകി കാ നിദ്രാ മൂഢതാ ജന്തോഃ കിം ജീവിതം അനവദ്യം കിം ജാഡ്യം പാഠതോപ്യനഭ്യാസഃ കോ ജാഗർത്തി വിവേകി കാ നിദ്രാ മൂഢതാ ജന്തോഃ. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. ശ്രീ ശങ്കരാചാര്യരുടെ പ്രശ്നോത്തര രത്നമാലികയിലെ 10-ാം ശ്ലോകത്തിലെ ചോദ്യം എന്താണ് ദുഃഖം എന്നാണ്. സന്തോഷമില്ലായ്മയാണ് ദുഃഖത്തിന് കാരണമെന്ന് ആചാര്യൻ പറയുന്നു. നമ്മുടെ സ്വരൂപം ആനന്ദമാണ്. അത് മറയ്ക്കപ്പെട്ടത് കൊണ്ടാണ് അസന്തോഷത്തിന് കാരണമാകുന്നത്. അധമനോട് യാചിക്കാൻ പാടില്ലെന്നും ആചാര്യൻ പറയുന്ന ഭാഗമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം
സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രശ്നോത്തര രത്നമാലികയിൽ 9ാമത്തെ ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത്. അവിടെ ഗഹനമായതെന്ത്? സ്ത്രീ ചരിതമാണ്. സമർത്ഥനായവനാര്? സ്ത്രീ ചരിതത്താൽ ഭേദിക്കപ്പെടാത്തവൻ, മുറിക്കപ്പെടാത്തവനാരോ അവൻ എന്ന് മറുപടി പറഞ്ഞു. തുടർന്ന് 23ാമത്തെ ചോദ്യമാണ് കിം ദുഃഖം? എന്താണ് ദുഃഖം? ഇപ്പോൾ സാമാന്യമായിട്ട് നമ്മൾ പ്രതികൂല വേദനീയം ദുഃഖം എന്നൊക്കെ പറയാറുണ്ട്. പ്രതികൂലമായ അറിവ് ഉണ്ടാവുന്നതിന് കാരണമാകുന്നതാണ് ദുഃഖം, അല്ലെങ്കിൽ പ്രതികൂലമെന്ന അറിവിൽ നിന്നാണ് ദുഃഖം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇവിടെ ആചാര്യൻ വേറെ തന്നെ ഒരു വീക്ഷണകോണിൽ നിന്നുകൊണ്ടാണ് മറുപടി പറയുന്നത്. ഇവിടെ പറയുന്ന മറുപടി അസന്തോഷ എന്നാണ്. സന്തോഷമില്ലായ്മയാണ് ദുഃഖം. അപ്പോൾ തിരിച്ച് ചോദിച്ചൂടെ, എന്താണ് സന്തോഷം എന്ന് ചോദിച്ചാൽ ദുഃഖമില്ലായ്മയാണെന്ന് പറഞ്ഞൂടെ? അത് വയ്യ. കാരണം മനുഷ്യൻ്റെ അല്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥമായ സ്വരൂപം ആനന്ദ സ്വരൂപമാണ്, ഒരിക്കലും ദുഃഖസ്വരൂപമല്ല, ആനന്ദ സ്വരൂപമാണ്. ആ ആനന്ദ സ്വരൂപത്തെ തിരിച്ചറിയാതെ ആവരണങ്ങളാൽ മറയ്ക്കപ്പെട്ട് നമുക്ക് തുഷ്ടി എന്നുള്ളത്, തോഷം എന്നുള്ളത് ഇല്ലാതെ പോകുന്നു. അങ്ങനെ പല പല കാരണങ്ങളെ കൊണ്ട് തൻ്റെ പൂർണ്ണതാബോധം നഷ്ടപ്പെട്ടതിൻ്റെ പരിണാമമായിട്ട് സന്തോഷമെന്ന സ്വതവേയുള്ള ഭാവം നമുക്ക് നിലനിർത്താൻ കഴിയുന്നില്ല. അപ്പോഴാണ് ദുഃഖമായി തീരുന്നത്. ഇതൊരു വിശേഷമായ വീക്ഷണകോണിലൂടെയാണ് ഈ ഒരു മറുപടി പറഞ്ഞിട്ടുള്ളത്. കാരണം സാധാരണഗതിയിൽ എന്താണ് ദുഃഖം എന്ന് ചോദിച്ചാൽ അസന്തോഷമാണെന്ന് പറയില്ല. എന്നാൽ ഇത് വളരെ ആഴത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാണ്. കാരണം നമ്മുടെ സ്വരൂപം ആനന്ദമാണ്, അത് മറയ്ക്കപ്പെട്ടു, തിരോഭവിക്കപ്പെട്ടു. അപ്പോഴാണ് ആ ഒരു അസന്തോഷം ദുഃഖമായി തീരുന്നത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ സ്വതവേയുള്ള രൂപം ദുഃഖരൂപമല്ല, ആനന്ദരൂപമാണ്. അത് കാരണാന്തരങ്ങളാൽ മറയ്ക്കപ്പെട്ട് അസന്തോഷം വരുമ്പോൾ അത് ദുഃഖമായി എന്നർത്ഥം. അടുത്ത ചോദ്യം കിം ലാഘവം? ലാഘവം എന്താണ്? മറുപടി അധമതോ യാഞ്ച. അധമനിൽ നിന്ന് യാചിക്കുന്നതാണ് ലാഘവം. ഇപ്പം കഴിഞ്ഞ ശ്ലോകത്തിൽ ഗൗരവത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചപ്പോൾ പ്രാർത്ഥിക്കാതിരിക്കലാണ് എന്ന് പറഞ്ഞു. കാരണം ആരോടെങ്കിലും എന്തെങ്കിലും നമ്മൾ ആവശ്യങ്ങൾ ഉന്നയിച്ചാൽ, പ്രാർത്ഥിച്ചാൽ, എനിക്കത് ശരിയാക്കി തരണേ, ഇത് ശരിയാക്കി തരണേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗൗരവം എന്നേക്കുമായി നഷ്ടപ്പെട്ടു. നമ്മൾ പലരുടെ മുമ്പിൽ പ്രാർത്ഥിക്കാറുണ്ട്. രാഷ്ട്രീയക്കാരുടെ മുമ്പിൽ, ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ, ധനികന്മാരുടെ മുമ്പിൽ, ദേവന്മാരുടെ മുമ്പിൽ, പലരുടെ മുമ്പിൽ. ആരോട് തന്നെ പ്രാർത്ഥിച്ചാലും നമ്മളുടെ ഗൗരവം നഷ്ടമായി, നമ്മൾ പിന്നെ വിധേയരാവേണ്ടി വരും. അപ്പം ഇവിടെ ഒന്നുകൂടി അതിനെ സ്പഷ്ടീകരിക്കുകയാണ് ഈ ചോദ്യോത്തരത്തിലൂടെ. കിം ലാഘവം? ലാഘവം എന്താണ്? ലാഘവം ലഘുവിൻ്റെ ഭാവം, ലഘുത എന്ന് പറയാം. ഗുരുത എന്ന് പറഞ്ഞ പോലെ ലഘുത അല്ലെങ്കിൽ ലഘുത്വം എന്നൊക്കെ പറയാം. ഒട്ടും തന്നെ ഗൗരവമില്ലാതായി പോവുക, ഒട്ടും തന്നെ ഭാരമില്ലാതായി പോവുക, ഒരു നിലപാടില്ലാതായി പോവുക, മറ്റുള്ളവരുടെ മുമ്പിൽ നിസ്സാരനായി പോവുക. അതാണ് ഇവിടെ ലാഘവം. അപ്പോൾ എന്താണ് ലാഘവം? മറുപടി അധമതഃ യാഞ്ച. അധമനോട് യാചിക്കുന്നതാണ്. അപ്പം നേരത്തെ പ്രാർത്ഥിക്കാതിരിക്കുക, യാചിക്കാതിരിക്കുക എന്നുള്ളത് ഗൗരവത്തിൻ്റെ അടിസ്ഥാനമായി പറഞ്ഞു. അപ്പോൾ ഇവിടെ യാഞ്ച എന്ന് മാത്രം പറഞ്ഞാൽ അതുതന്നെയാകുമായിരുന്നു ഇതും, ഒരു വ്യത്യാസം ഉണ്ടാവില്ലായിരുന്നു. എന്നാൽ ഇവിടെ വിശേഷമായി പറഞ്ഞു അധമതഃ, അധമനിൽ നിന്ന് യാചിക്കുന്നത്. നമ്മൾ ശ്രേഷ്ഠന്മാരോട് എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ അതൊരിക്കലും നമ്മുടെ എല്ലാ കാലത്തേക്കുമുള്ള ലാഘവത്തിന് കാരണമാവില്ല. ആ ചോദിക്കുന്ന സമയത്ത് നമുക്കൊരു ലാഘവം വന്നേക്കാം, പക്ഷേ ശ്രേഷ്ഠന്മാരുടെ മുമ്പാകെ മറ്റൊരാൾക്ക് ലാഘവം ഉണ്ടാവില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ശ്രേഷ്ഠനായ ഒരു വിജ്ഞാനിയായ
ശ്രേഷ്ഠനായ, ധർമ്മിഷ്ഠനായ, എല്ലാത്തിനെയും തിരിച്ചറിയാൻ കഴിവുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയോട് നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ അയാളുടെ മുമ്പിൽ ഒരിക്കലും നമ്മൾ ലഘുവാവില്ല. ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ സ്വയം ലഘുവായി എന്നുള്ള തോന്നലുണ്ടാവാം, പക്ഷേ അയാളുടെ മുമ്പിലാവില്ല. കാരണം എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ ശ്രേഷ്ഠന്മാർക്ക് കഴിയും. അതുകൊണ്ടാണ് അധമനിൽ നിന്ന് എന്ന് പറഞ്ഞത്. എത്ര വലിയ ധനികനായിക്കൊള്ളട്ടെ, എത്ര വലിയ സമ്പന്നനായിക്കൊള്ളട്ടെ, എത്ര വലിയ നേതാവായിക്കൊള്ളട്ടെ, എത്ര വലിയ ഉദ്യോഗസ്ഥനായിക്കൊള്ളട്ടെ, അയാൾ മാനസികമായി അധമനാണെങ്കിൽ അപ്രകാരമുള്ള അധമനിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും നമ്മൾ എല്ലാ കാലത്തേക്കും ലഘുവായി പോകും. അതിൽ യാതൊരു സന്ദേഹവുമില്ല. ഒന്നുകിൽ അയാൾ നമ്മളെ കീഴ്പ്പെടുത്തും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ യാചിക്കുന്നവനാണ് എന്നുള്ളത് പരസ്യപ്പെടുത്തും, അല്ലെങ്കിൽ അതിനനുസരിച്ച് അയാൾ നമ്മുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പെരുമാറിയെന്ന് വരും. അഥവാ അധമന്മാർ പിന്നീട് പലതരത്തിൽ നമ്മളിൽ നിന്ന് അവരെന്ത് നമുക്ക് തന്നുവോ അതിനെ മറ്റു രീതിയിൽ ഈടാക്കാൻ ശ്രമിക്കും. ഇതൊക്കെ ലോക സ്വഭാവമാണ്. അതുകൊണ്ട് ലാഘവം എന്നുള്ളത് അധമന്മാരിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതാണ്. അതുകൊണ്ട് അതുണ്ടാവരുതേ. ഒരു കാരണവശാലും ജീവൻ പോകുന്നു എന്നുള്ള സ്ഥിതിയിൽ പോലും അധമന്മാരോടൊന്നും പ്രാർത്ഥിക്കരുതേ എന്ന് ഭാവം. കിം ജീവിതമനവദ്യം കിം ജാഡ്യം പാഠതോപ്യനഭ്യാസഃ കോ ജാഗർത്തി വിവേകി കാ നിദ്രാ മൂഢതാ ജന്തോഃ. കിം ജീവിതമനവദ്യം കിം ജാഡ്യം പാഠതോപ്യനഭ്യാസഃ കോ ജാഗർത്തി വിവേകി കാ നിദ്രാ മൂഢതാ ജന്തോഃ. കിം ജീവിതം, ജീവിതം എന്താണ്? സാമാന്യമായി ജീവിതം എന്താണെന്ന് ചോദിച്ചാൽ പ്രാണനെ ധരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ വ്യവഹരിക്കുന്നതാണ് ജീവിതം എന്നാണ് നമ്മൾ പറയുക. ജീവത്വം പ്രാണധാരണാത് എന്നുണ്ടല്ലോ. ഇപ്പോൾ ജീവത്വം പ്രാണധാരണം കൊണ്ടാണ്, ജീവപ്രാണധാരണ എന്നാണ് ധാതു. അപ്പോൾ പ്രാണനെ ധരിക്കുക എന്നുള്ളതാണ് ജീവ. അപ്പോൾ ജീവിതം എന്ന് പറഞ്ഞാൽ പ്രാണനെ ധരിച്ചുകൊണ്ട് വ്യവഹരിക്കുന്ന അവസ്ഥാവിശേഷത്തിനാണ് നമ്മൾ ജീവിതം എന്ന് പറയുക. പക്ഷെ ഇവിടെ ആചാര്യൻ പറയുകയാണ് അതൊന്നും ജീവിതമല്ല. ജീവിതം എന്ന് പറഞ്ഞാൽ അനവദ്യമാണ് ജീവിതം. അനവദ്യം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായത്, ശ്രേഷ്ഠമായത് മാത്രമാണ് ജീവിതം. ശ്രേഷ്ഠമായ കാഴ്ചപ്പാടോടുകൂടെ, വ്യക്തമായ ജീവിത വീക്ഷണത്തോടുകൂടെ ഈ ലോകത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തനിക്കും മറ്റുള്ളവർക്കും ഹിതം ചെയ്തുകൊണ്ട് കഴിയുന്നതാണ് ജീവിതം. അപ്പോഴേ ജീവിതാവും. അല്ലെങ്കിൽ ഒരാൾ ജീവിക്കുന്നു എന്ന് പറയാം, പക്ഷേ അത് ശരിയായ ജീവിതമാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രേഷ്ഠമായ ജീവിതം നയിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി സനാതനധർമ്മം. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണചരിതാമൃതം ദശമസ്കന്ധം അത്യധീയം ഭക്തിയോടുകൂടി നമ്മൾ സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര പറഞ്ഞാലും മതിവരാത്ത ഭഗവത് ലീലകൾ. നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കുമ്പം പലതിലേക്കും മനസ്സിങ്ങനെ പോവും. ഈ കഥകളിൽ ഇത്രയധികം രമിക്കാൻ എന്തിരിക്കുന്നെന്ന് ചോദ്യങ്ങളുണ്ടാകാം. കഥകൾ മാത്രമേ ഉള്ളൂ, അതിനകത്ത് വേറെ ഒന്നുമില്ല. ഈ കഥ എത്രയോ ഞാൻ കേട്ടിരിക്കുന്നു, എത്രയോ പറഞ്ഞിരിക്കുന്നു. നോക്കുക, കേട്ടാലും പറഞ്ഞാലും തീരാത്ത അനുഭൂതിയാണ് ഇതിൽ നിറച്ചു വച്ചിരിക്കുന്നത്. ഇതൊരു അനുഭൂതിപരമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഏറ്റവും പ്രാധാന്യമുണ്ട്. ഉദാഹരണമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു കാര്യം തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഭവൗഷധാത് ശ്രോത്രമനോഭിരാമാത് എന്നുള്ള വാക്ക് ഒന്ന് ചിന്തിച്ച് നോക്കുക വെറുതെ. അവിടെ പറയുകയാണ്, നമ്മുടെ കഴിഞ്ഞ ശ്ലോകത്തിനകത്ത് പ്രത്യേകം പറഞ്ഞിരുന്നു ഭവൗഷധം, സംസാര രോഗത്തെ തീർക്കുന്ന മരുന്നാണിതെന്ന് പറഞ്ഞു. സംസാര രോഗത്തെ തീർക്കുന്ന മരുന്ന് എന്നുള്ളത് കൊണ്ട് സാമാന്യമായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാം. രോഗമില്ലാത്ത ഒരാൾക്ക് ഔഷധം സേവിക്കേണ്ടതില്ല. രോഗമുള്ളവർക്ക് മാത്രമേ ഔഷധം സേവിക്കേണ്ട കാര്യമുള്ളൂ. ഞാനൊരു ഉദാഹരണം പറയുകയാണ്. അപ്പോൾ ലോകത്ത് നിങ്ങൾ ആരെങ്കിലും ഔഷധം സേവിക്കുന്നെങ്കിൽ അത് രോഗമുള്ളപ്പോഴാണ്. പക്ഷേ ഈ ഭഗവത് കഥാമൃതം
എന്ന് പറയുന്നത് രോഗമില്ലാത്തവർക്കും സേവിക്കാവുന്ന ഒന്നാണ്. എന്ന് പറഞ്ഞാൽ ഇത് കൂടുതൽ ആനന്ദം. രോഗമില്ലാത്ത അവസ്ഥ ആനന്ദമാണല്ലോ. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, രോഗമില്ലെങ്കിൽ നമുക്ക് ആനന്ദം തന്നെയാണ്. ഭഗവത് കഥാമൃതം അത്യാനന്ദത്തെ നൽകുന്നതുകൊണ്ട് രോഗമില്ലാത്ത അവസ്ഥയിൽ ഔഷധം സേവിക്കാത്തത് പോലെയല്ല, ഈ ഭഗവത് കഥാമൃതം ഒരു ദുഃഖമില്ലെങ്കിലും സേവിക്കാൻ പറ്റുന്ന ഒന്നാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇത് ജീവൻ മുക്തന്മാരെക്കുറിച്ച് ഉദ്ദേശിച്ചാണ് പറഞ്ഞതെങ്കിൽ, നമ്മൾ ഒരാൾ ഔഷധം സേവിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന എന്താണ്? രോഗശമനത്തെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഔഷധം സേവിക്കുന്നതിലൂടെ രോഗശമനം മാത്രമല്ല, മറ്റൊരു രോഗം വേണേ ഉണ്ടാകാം, അല്ലെങ്കിൽ വീണ്ടും അതേ രോഗം തന്നെ വരാം. ഔഷധം സേവിക്കുമ്പം ഒരു രോഗമുണ്ടാകാം, വേറൊരു രോഗം വരാം, അല്ലെങ്കിൽ എന്താ ആ രോഗം തന്നെ മാറിയിട്ട് പിന്നെ വരികയും ചെയ്യാം ഔഷധം സേവിക്കുക. ഇവിടെ ഭഗവത് കഥാമൃതം സേവിക്കുമ്പം ഒരു കാരണവശാലും ഈ ജനിമൃതി രോഗങ്ങൾ പിന്നെ നമ്മളെ ബാധിക്കില്ല. ഭവസാഗരത്തിലെ ദുഃഖങ്ങൾ നമ്മളെ ബാധിക്കില്ല. അതിനെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കും. എങ്ങനെയാണ്? ഭഗവത് കഥാമൃതത്തിൽ ലയിച്ചിരിക്കുന്ന ആനന്ദം ലഭിക്കുന്ന വ്യക്തിക്ക്. ഇത് കൂടുതൽ സൂക്ഷ്മബുദ്ധിയോടുകൂടിയല്ല, കൂടുതൽ അന്ധക്കരണ വിശുദ്ധിയോടുകൂടിയാണ് ഇതിനെ സമീപിക്കേണ്ടത്. പലരും ഇതിനെ സമീപിക്കുന്നത് സൂക്ഷ്മബുദ്ധിയോടുകൂടിയായിരിക്കും. വിഷയവ്യാപാരത്വമുള്ള ബുദ്ധി കൊണ്ട് ഇതിനെ അടുക്കാൻ സാധിക്കില്ല. അന്ധക്കരണ വിശുദ്ധിയാകുന്ന തോണിയിലേറി വേണം ഭാഗവത കഥാമൃതത്തെ നമുക്ക് അതിനെ വേണ്ടവണ്ണം ആസ്വദിക്കാനായിട്ട്. പക്ഷേ അതിന് എല്ലാവർക്കും സാധിക്കണമെങ്കിൽ എന്ത് വേണം? ഇത് സേവിച്ചാൽ എല്ലാത്തിനും ശമനം വരുമെന്നല്ല, മറ്റൊരു രോഗം ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, ഇനി മറ്റൊരു ദോഷങ്ങളും വരികയില്ല ഈ ഭഗവത് കഥാമൃതം സേവിച്ചു കഴിഞ്ഞാൽ. ഇനി ഔഷധം എല്ലാ ലോകത്തിനും ശാന്തികരമല്ല. ഭഗവത് കഥാമൃതം എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ ദുഃഖങ്ങൾക്കും ശാന്തികരമാണ്. എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളും ഈ ഭഗവത് കഥാമൃതം ശ്രവിക്കുന്നതിലൂടെ ഇല്ലാതാകുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഔഷധം എന്ന് കേട്ട മാത്രയിലെ നമ്മുടെ രോഗം ശമിക്കുന്നില്ല. ഔഷധത്തെ സേവിക്കുമ്പോഴേ ശമിക്കുകയുള്ളൂ. പക്ഷേ ഭഗവത് കഥാമൃതം സേവിച്ചു കഴിഞ്ഞാൽ തന്നെ, അത് ശ്രവിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പല വിധത്തിലുള്ള മനസ്സിലെ രോഗങ്ങളും പോകുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് ഏറ്റവും വലിയ ഔഷധമെന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ചിന്തിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം. ഇത് പഠിച്ചിട്ടും ഈ പ്രകാരം ഗ്രഹിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ഈ മനസ്സിലെ രോഗങ്ങളൊന്നും പോകാതെ ഓരോരോ വിഷയങ്ങളിൽ വീണ്ടും ഭ്രമിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് പറയുകയാണ് അടുത്ത പദ്യത്തിൽ, പിതാമഹാമേ സമരേ അമരഞ്ജൈർ ദേവവ്രതാദി അതിരഥൈഃ തിമിംഗലൈഃ ദുരത്യയം കൗരവ സൈന്യസാഗരം കൃത്വാതരൻ വത്സവദം സ്മ യഥപ്ലവാഹ. പറയുകയാണ്, എൻ്റെ പിതാമഹാഹ മുത്തശ്ശന്മാർ യഥപ്ലവാഹ യാതൊരുത്തവനായ കപ്പലോട് കൂടിയിട്ടായിട്ടാണോ സമരേ യുദ്ധത്തിൽ അമരഞ്ജൈഹി ദേവന്മാരെ ജയിക്കുന്നവനുമായ ദേവവ്രതാദി അധിരഥൈഹി ഭീഷ്മർ മുതലായിരിക്കുന്ന അധിരഥന്മാരാകുന്ന തിമിംഗലൈഹി തിമിംഗലങ്ങൾ നിമിത്തം ദുരത്യയം കടക്കുവാൻ കഴിയാത്ത കൗരവ സൈന്യസാഗരം കൗരവ സൈന്യമാകുന്ന സമുദ്രത്തെ വത്സപദം പശുക്കുട്ടിയുടെ കുളമ്പിലെ വെള്ളമെന്ന പോലെ ജലത്തെ എന്ന പോലെ കൃത്വ എങ്ങനെയാണോ കടന്നത് അതരൻ സ്മ കടന്നത്. ഒരു പശുക്കുട്ടിയിലെ കുളമ്പിലെ ജലത്തെ പോലെയാണ് ഭഗവത് അനുഗ്രഹം ഉണ്ടായപ്പോൾ കൗരവരായിരിക്കുന്ന മഹാതിമിംഗലങ്ങളൊക്കെ ഉള്ള ആ മഹാസമുദ്രത്തിൽ നിന്ന് മറുകര താണ്ടാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാതാരബിന്ദത്തെ സേവിച്ചുകൊണ്ട് അർജുനാദികൾക്ക് സാധിച്ചു എന്നുള്ള കാര്യമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഭഗവാനാണ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ഇവിടുത്തെ ഏത് ദുഃഖത്തെയും കടക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ കൂടെ എപ്പോഴും ആ ഭഗവാൻ ഉണ്ടെന്നുള്ള ഒരു വിചാരം നമ്മളിൽ ഉണ്ടാകണം. ആ ഭഗവാൻ ഉണ്ടെങ്കിൽ മറ്റെന്തിനേയും അതിജീവിക്കാൻ നമുക്ക് സാധിക്കും. ഏത് പ്രതിസന്ധിയിലും ഒരു വിചാരം ഉറപ്പിച്ചു വയ്ക്കുക,
അർജുനാദികൾ, ദുര്യോധനാദികളാകുന്ന തിമിംഗലയൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് യുദ്ധത്തിൽ മുന്നോട്ട് പോകാൻ സാധിച്ചത് ഭഗവത് അനുഗ്രഹമാണ്. ആ സ്മരണ ജീവിതത്തിലും നമ്മൾ ഓർമ്മിച്ച് വയ്ക്കുക. അനുഗ്രഹം ഉണ്ടെങ്കിൽ ഈ ദുഃഖത്തെയൊക്കെ മറുകര താണ്ടുവാൻ നമുക്ക് സാധിക്കും. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. നമസ്കാരം. ഇനി ദീപാരാധനയാണ്. ക്ഷേത്രസന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. गीतगमेगो सुन्दरी स्वररञ्जिनी शुभकारिणी मूकाम्बिके श्रुतजनवरदे